ക്യാമറകളുടെ മേൽനോട്ട ചുമതലയുള്ള കെൽട്രോണിന് കുടിശ്ശിക തുകയിൽ പകുതി തുക അനുവദിച്ച് സർക്കാർ ഉത്തരവായി. 3 മാസത്തെ കുടിശ്ശിക തുകയായ 9.39 കോടി രൂപയാണ് അനുവദിച്ചത്. സർക്കാർ പണം അനുവദിക്കാത്തതിൽ കെൽട്രോൺ ജീവനക്കാരെ പിൻവലിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സർക്കാർ പണം അനുവദിച്ചത്. ജൂൺ 5-നാണ് സംസ്ഥാനത്തൊട്ടാകെ 726 AI ക്യാമറകൾ സ്ഥാപിച്ചത്. പദ്ധതി നടത്തിപ്പിനായി 23 കോടി രൂപയാണ് കെൽട്രോണിന് ഇതുവരെ ലഭിക്കാനുള്ളത്. തുക അനുവദിക്കാത്തതിനാൽ നിയമലംഘനങ്ങൾക്ക് ചെല്ലാൻ അയക്കുന്ന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. താൽക്കാലിക ജീവനക്കാരിൽ 50 പേരെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം കെൽട്രോൺ ഒഴിവാക്കിയിരുന്നു. 20 ത്രൈമാസ ഗഡുക്കളായാണ് പണം നൽകേണ്ടത്. ഇതിൽ ആദ്യ ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചത്. ആദ്യത്തെ 3 മാസം പദ്ധതി നടത്തിപ്പിനായി കെൽട്രോണിന് സർക്കാർ നൽകേണ്ടിയിരുന്നത് 11.75 കോടി രൂപയാണ്. പദ്ധതി നടത്തിപ്പിനായി കെൽട്രോണിന് 1 കോടിയോളം രൂപ പ്രതിമാസം ചെലവാകുന്നതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിനിടെ പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് ഹൈക്കോടതിയിൽ ഹർജി വന്നതോടെ കരാറുകാർക്ക് പണം കൈമാറുന്നത് കോടതി തടഞ്ഞു. തുടർന്ന് കെൽട്രോണിന് 11.75 കോടി രൂപ നൽകാൻ അനുവാദവും നൽകി. എന്നാൽ കെൽട്രോൺ പലതവണ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ പണം അനുവദിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ചെല്ലാൻ അയക്കുന്നതിന്റെ എണ്ണം കെൽട്രോൺ വെട്ടിക്കുറച്ചത്. ഇതോടെ പ്രതിസന്ധിയിലായ സർക്കാർ പണം അനുവദിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.